സ്കൂൾ കുട്ടിയായിട്ടിരിക്കുന്ന കാലത്ത് ഒരു വാക്കിൽ എങ്ങനെയായിരുന്നു സാർ ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ സാർ എന്ത് വാക്കാ പ്രയോഗിക്കുക? ഞാൻ വളരെ കുസൃതിയായിരുന്നു. ഭയങ്കര കുസൃതിയായിരുന്നു. ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് സഹിക്കാനൊക്കാത്ത കുസൃതിയായിരുന്നു. വീട്ടിൽ നിന്ന് അടി കിട്ടാറുണ്ട്, പക്ഷേ എന്നാലും ശരിയാകില്ല. സ്കൂളിലും ഭയങ്കര ബഹളമായിരുന്നു. സ്കൂളിൽ ബഹളം ഉണ്ടാക്കും. ഈ കൂകുന്നതിൽ ഞാൻ ഒന്നാമനാണ്. ഏറ്റവും ശബ്ദത്തിൽ കൂവുക. പിന്നെ കുട്ടികൾ നീതികേട് കാണിക്കുന്നവരൊക്കെ ഇടിക്കുക. അങ്ങനെയാണ് വന്ന് പേനയുണ്ട് പിന്നിൽ കുത്തു കിട്ടിയത്. അതന്നെ, അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതേ സമയത്ത് കണ്ണൊക്കെ ഞാൻ പെൻസിൽ കൊണ്ട് കുത്തി കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. പിന്നീട് ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ, വിവേകാനന്ദൻ്റെ ഒരു പുസ്തകം, ഏറ്റവും കൂടുതൽ മിസ്ചീവസ് ആയിരിക്കുന്ന കുട്ടികൾ പിൽക്കാലത്ത് വലിയവരാകും, ബുദ്ധിമാന്മാരാകും, എന്തെങ്കിലുമൊക്കെ ഉള്ളിലുള്ളവരാകും. അങ്ങനെയൊക്കെ വായിക്കാനിടയായി. അപ്പോൾ ഞാനും അങ്ങനെ ആകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇതുവരെ വന്നത്. ആയില്ലോ, എനിക്കറിഞ്ഞൂടാ. സാറിന് ഈശ്വരവിശ്വാസം ഇല്ല, പക്ഷെ ആധ്യാത്മിക പുസ്തകങ്ങൾ ഒരുപാട് വായിക്കും. അപ്പോൾ അതെങ്ങനെ സാർ കോറിലേഷൻ? ആധ്യാത്മിക പുസ്തകങ്ങൾ വായിക്കണമെന്ന് എനിക്ക് താല്പര്യം തോന്നി. പുസ്തകങ്ങൾ വായിക്കണമെന്നുള്ള താല്പര്യത്തിൽ അതും തോന്നി. പക്ഷെ അത് വായിച്ചപ്പോഴാണ് ഈശ്വരവിശ്വാസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. അതിൽ പറഞ്ഞിരിക്കുന്ന ഒന്ന് നമ്മൾ ധരിച്ചു വശാകുന്ന മറ്റൊന്ന്. അതായത് ഈശ്വരൻ എന്ന് സാധാരണ ജനങ്ങൾ സങ്കല്പിക്കുന്ന ആ ഒരു രൂപം എൻ്റെ മനസ്സിൽ വരുന്നില്ല. മറ്റൊരു ശക്തിയുണ്ട്. ആ ശക്തി എൻ്റെ മനസ്സാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ശ്രീനാരായണ ഗുരുസ്വാമി പറഞ്ഞിട്ടുണ്ട്, മതം ഏതായാലും മനുഷ്യൻ നന്നാകണമെന്ന്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നർത്ഥമുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് ചിലപ്പോൾ നല്ലതാവാം, ചീത്തയാവാം. നല്ലതായിക്കോട്ടെ, മനസ്സ് നല്ലതല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ പറ്റില്ല. സാർ കിടക്കുമ്പോൾ ഒരു കട്ടിലിൽ ഒരു കോട്ടൺ, ഡബിൾ കോട്ടണിൽ വേറൊരു കട്ടിൽ ഒരു കിടക്ക കൂടെ അതിന് മുകളിൽ ഇട്ടിട്ടല്ലേ കിടക്കണേ? അങ്ങനെയല്ല, പിന്നെ ഡബിൾ കോട്ടിലാണ് കിടക്കുന്നത്. പക്ഷേ സിംഗിൾ കോട്ടിനുള്ള ഒരു മെത്തയാണ് ഇട്ടിരിക്കുന്നത്. ബാക്കി ഭാഗത്തെല്ലാം പുസ്തകങ്ങളും പേപ്പർ എല്ലാം കട്ടിങ്ങും മാത്രമല്ല, ചുമ്മാ വാരി വലിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇടാൻ പറ്റുമോ? അതിൽ നിന്നകത്തുനിന്ന് ഏത് പുസ്തകം എനിക്ക് വേണോ അത് കൈ കൊണ്ടുവന്നാൽ എൻ്റെ കയ്യിലേക്ക് കയറി വരും. ഞാൻ വായിക്കും. ഒഴുക്കി വെച്ച് അവരെ ചീത്ത പറയും, ഇത് അലമ്പാക്കരുതെന്ന് പറയും. ഇതിനെനിക്കൊരു റോൾ മോഡൽ ഒരാളുണ്ട്, വൈക്കം ചന്ദ്രശേഖരൻ നായർ. അദ്ദേഹം ഇങ്ങനെയാണ്. അദ്ദേഹം രാവിലെയാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തും മുഴുവൻ. പുള്ളി എപ്പോഴും ഇങ്ങനെ നോക്കും. അപ്പോൾ ഇത് ഞാനൊരു പടത്തിൽ ഒരു ക്യാരക്ടറിന് ചെയ്തിട്ടുണ്ട്. ആ പേര് മറന്നുപോയി. അമ്മാവന് പറ്റിയ അമളി. അതും ഇങ്ങനെ ചില ക്ലോസപ്പിൽ മറ്റും ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കാണിക്കും. അപ്പോൾ അത് ഈ വൈക്കത്തിൻ്റെ നിന്ന് കിട്ടിയതാണ്. പുള്ളി നാടകത്തിൻ്റെ റിഹേഴ്സൽ കാണാൻ വന്നിരിക്കുക. കാളിദാസ കലാതന്ത്രത്തിൻ്റെ ഭരണസമിതിയിൽപ്പെട്ട ആളാണ്. ആ പുള്ളി ഇങ്ങനെ വന്നിരുന്നിട്ട് ഈ കൈ കൊണ്ട് ഇങ്ങനെ വെക്കും. അപ്പം സീൻസ് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ പുള്ളി അത് ഒരു പ്രത്യേക താളത്തിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ആ സീൻ ഇങ്ങനെ പിരിമുറുക്കം വന്ന് ക്ലൈമാക്സിലേക്ക് കയറി കഴിഞ്ഞാൽ പുള്ളി ഇതിന് സ്പീഡ് കൂടും. അങ്ങനെയാണ്. അപ്പോൾ വൈക്കത്തിൻ്റെ മുഖം കണ്ടിട്ടാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത് പിരിമുറുക്കം ശരിയാണെന്ന്. പിന്നെ അങ്ങനെ വേറെ പലരുണ്ട്. ഇപ്പോൾ പരവൂർ ദേവരാജൻ ഇവിടുത്തെ പ്രസിഡൻ്റായിരുന്നു, സംഗീതജ്ഞൻ. അദ്ദേഹത്തിന് ഈ റിഹേഴ്സൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലാഗായിട്ട് തോന്നിയാൽ പുള്ളി ഒരു മാസിക കയ്യിലെടുത്തിട്ട് ഈച്ച അടിക്കും. അത് കഴിഞ്ഞ് ഈ അടുത്ത ഈച്ച നോക്കും. അപ്പോൾ അറിയാം ഇത് ഇനി ചെയ്തിട്ട് കാര്യമില്ല. ഞാനാണെങ്കിൽ ഞാൻ അഭിനയം നിർത്തും. അപ്പം ദേവരാജൻ ചോദിക്കും, എന്തേ അല്ല ഇത് ലാഗാണെന്ന് മനസ്സിലായി, അതുകൊണ്ടാണ്. എങ്ങനെ മനസ്സിലായി? അത് മാസിക കൊണ്ട് ഈച്ച അടിച്ചാൽ ലാഗാണെന്നർത്ഥം. അപ്പോൾ അതൊക്കെ അറിയാമല്ലേ. അങ്ങനെ അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഈ വൈക്കത്തിൻ്റെ ഈ സംഗതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ രാവിലെ കാളിദാസ കലാതന്ത്രത്തിൽ അവിടെ തന്നെയാണ് താമസം. എനിക്ക് വീടും കൂടിയൊന്നും ഇല്ലായിരുന്നു. വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പോകുന്ന ആളാണ്. നാടകം ഇല്ലാത്തപ്പോഴും അവിടെ തന്നെ താമസിക്കും. അപ്പോൾ രാവിലെ ഒരു കട്ടൻ കാപ്പി കുടിക്കണം. അതിന് കാളിദാസ കലാതന്ത്രത്തിൻ്റെ ഓഫീസ്, ഇപ്പോഴിരിക്കുന്ന ഓഫീസിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് റോഡുണ്ട്. റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആർ ശങ്കർ താമസിച്ചിരുന്ന വീടാണ്. അതിൻ്റെ പുറകിലായിട്ടൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് വൈക്കം താമസിക്കുകയാണ്. ഞാൻ അവിടെ പോകും. കുറേ നേരമായിട്ടും കാപ്പി വരികയില്ല.
അപ്പോൾ അങ്ങനെ വൈക്കം ചന്ദ്രശേഖരനാർ ഇരിക്കുന്ന കസേരയുടെ തൊട്ടടുത്തായിട്ടൊരു കൂമ്പാരം കൂട്ടി കുറേ പുസ്തകങ്ങൾ ഇട്ടേക്കും. അതിൽ നിന്നൊരു പുസ്തകം ഇങ്ങനെ വലിച്ചെടുക്കും. അത് മാക്സിം ഗോർക്കിയുടെ ആയിരിക്കും. പുള്ളിക്ക് ആവശ്യം അതാ. അറിയാം എവിടെ മാക്സിം ഗോർക്കിയുടെ എവിടെ ഇരിക്കുന്നത് അറിയാം. എടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മാക്സിം ഗോർക്കിയെ കുറിച്ച് ഒരു ലേഖനമായിരിക്കും എഴുതുക. അത് എഴുതി ശരിയായി വളരെ പെട്ടെന്ന് എഴുതും. ഈ പേപ്പറിൻ്റെ ഈ ഭാഗത്ത് തുടങ്ങി ഈ ഭാഗത്ത് അവസാനിക്കുന്നത് ഇങ്ങനെ എഴുതുന്നത്. അത് ഓരോ ഞങ്ങൾ പറയാറുള്ളതാണ്, ഓരോ പ്രദേശക്കാർക്ക് അവരവരുടെ ഭാഷയിൽ വായിക്കാം. ഇപ്പോൾ തെലുങ്കന്മാരാണെങ്കിൽ അത് തെലുങ്കായിട്ട് വായിക്കാം, മലയാളിയാണെങ്കിൽ മലയാളത്തിൽ വായിക്കാം. അങ്ങനത്തെ കൈയേഷമാണ്. വൈക്കത്തിൻ്റെ കൈയേഷം വായിക്കുന്ന ഒരാളെ ഉള്ളൂ, കാളിദാസ എന്നിട്ട് അത് ഞാനാണ്. അദ്ദേഹം എഴുതുന്ന നാടകമൊക്കെ ഞാനാണ് ഫ്രഷായിട്ട് എഴുതുന്നത്. അപ്പോൾ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് ഈ ഒരു കട്ടൻ കാപ്പി കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ എൻ്റെ മുമ്പിൽ കൊണ്ടുവെക്കും. നല്ലൊരു കാപ്പിയാണ്, കണ്ടറിയാം. അപ്പം നമുക്കില്ല അല്ലേ എന്ന് വയ്ക്കാം. നേരത്തെ ചോദിച്ചിരുന്നു, ഇപ്പോഴേ എൻ്റെ കാര്യം പോട്ടെ, തിലകം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഈ കാപ്പി കൊണ്ടുവന്ന് വെച്ചത്. അപ്പോൾ വെച്ചപ്പോൾ ഉടനെ ഉള്ളൂ, നമുക്കില്ലല്ലേ. ഉടനെ അവർ പല്ല് കടിച്ചിട്ട് എന്നെ കൊണ്ടൊന്നും പറയരുത് കേട്ടോ എന്നും പറഞ്ഞൊരു ഒറ്റ പോക്കാണ്. അപ്പം ഞാൻ ഓർമ്മ, എന്തൊരു ഏർപ്പാട്, ഇപ്പോൾ കൊല്ലുമെന്ന് തോന്നും കണ്ടാലേ. ഇത്ര മനോഹരമായി നോവലുകളൊക്കെ എഴുതുന്ന വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ ഭാര്യ അദ്ദേഹത്തെ കൊല്ലുന്ന രീതിയിൽ പല്ലും കടിച്ച് പറയാം. അകത്തേക്ക് പോയി കഴിയുമ്പോൾ എന്നെ നോക്കി വെച്ച് വൈക്കം പാവ, കാശില്ല. ഇപ്പം കാശില്ല എന്ന് പറഞ്ഞപ്പോൾ കാശെന്താ ഇല്ലാത്തതെന്ന് എനിക്കറിയാം. പുള്ളിക്കാരൻ ഒരിക്കൽ പത്രാഫീസിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി കൊല്ലത്ത്. അന്ന് മിനിമം ചാർജ് 5 രൂപയാണ് ടാക്സിക്ക്. അവിടെ നിന്നൊരു ടാക്സി വിളിച്ച് പുള്ളി വീട്ടിലേക്ക് വന്ന്. അപ്പോൾ ഇടയ്ക്ക് വെച്ചൊരു ശകലം വിട്ടു, അതിന് ഈ കാശങ്ങ് പോയി. പിന്നെ ടാക്സി കൊടുക്കാൻ കാശില്ല. നേരെ കാളിദാസകര എന്നിട്ട് വന്നിട്ട് കഥകിന് തട്ടി. അപ്പം ഞാനുണ്ടെന്നറിയാം അവിടെ. തിലക ഒരു 5 രൂപ എടുക്കണ്ടോ? ഞാൻ പറഞ്ഞു, അയ്യോ എൻ്റെ ഇല്ലല്ലോ. ഷോ, പിന്നെ കുഴപ്പമില്ല, ഞാനേ മാധവൻ്റെ വീട്ടിൽ പോവാം. ഓ മാധവൻ തൊട്ടടുത്ത് തന്നെയാണ്. നേരെ ഓ മാധവൻ്റെ വീട്ടിൽ ചെന്ന് അവിടെ തട്ടി. അപ്പം മാധവൻ ഇല്ല, അവിടെ പോയിരിക്കുക. വിജയകുമാരിയുണ്ട്, മാധവൻ്റെ വൈഫ്, മുകേഷിൻ്റെ അമ്മ. വിജയകുമാരിയെ വിളിച്ചിട്ട് ചോദിച്ചു, ഒരു 5 രൂപ തരാനുണ്ടോ? ഉണ്ട്. വിജയകുമാരി, അയ്യോ ഇല്ലല്ലോ. അങ്ങനെ കൊല്ലത്തുള്ള സുഹൃത്തുക്കളുടെ എല്ലാം വീട്ടിൽ പോയി. പിന്നെ ഈ 5 രൂപ എന്നുള്ളത് മാറി 10 ആയി, 15 ആയി. പിന്നെ വൈക്കത്തിനെ കാണാതായി. ഞാൻ ഓർത്ത് വൈക്കം അവിടെ പോയി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് വൈക്കം അതേ കാറിൽ കാളിദാസ കലാന്തരത്തിൽ വരുന്നു. വന്ന മുറ്റത്ത് കയറിയിട്ട് വളരെ സമാധാനത്തിൽ അങ്ങനെ പരിഹരിച്ചു. ഞാൻ എന്താണ് ടാക്സി കാശേ മിനിഞ്ഞാന്ന് വന്നാണോ? അതെ. എവിടെ പോയി? വൈക്കത്ത് പോയി. 800 രൂപയായി അന്നത്തെ കാലത്ത്. അങ്ങനെ വൈക്കത്ത് എൻ്റെ തറവാട്ടിൽ ചെന്ന് ഞാൻ കാശ് മേടിച്ച് കൊടുത്തു. അങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഷോ എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ 5 രൂപയ്ക്ക് നിൽക്കേണ്ട ഒരു കേസാണ്. അപ്പോൾ അങ്ങനെ ദിവസവും ഈ വൈക്കത്തിൻ്റെ കുറേ കഥകൾ എനിക്ക് കിട്ടും. അതെ, ഇതൊക്കെയാണ് നമ്മൾ നാടകത്തിലും സിനിമയിലൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ളത്. അപ്പം ഇപ്പോഴും ഈ ഗൗരിയെ കാണുമ്പോൾ എനിക്കതൊക്കെ ഓർമ്മ വരും. പക്ഷേ അദ്ദേഹത്തിന് എന്നെ പരിചയമില്ല, ഞാൻ അങ്ങോട്ടും പരിചയപ്പെട്ടിട്ടില്ല ഇതുവരെ, വലുതായതിന് ശേഷം ഇല്ല. പക്ഷേ ഇതൊക്കെ വലിയ രസമാണ്, ആ ഭാര്യയുടെ സ്നേഹവും. അപ്പം ഞാനീ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പുസ്തകങ്ങൾ ഇങ്ങനെ ഇട്ടിട്ടാണ് നമ്മുടെ ഒരു പ്രയോഗം. അത് വൈക്കമാണ് അതിൻ്റെ ഗുരു. അപ്പോൾ വിവേകാനന്ദൻ്റെ പുസ്തകം വായിച്ചപ്പോഴെനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, ക്ഷേത്രമാത്രോപാസകരെ ദൈവത്തെ തേടി നിങ്ങൾ എങ്ങോട്ടാണ് എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന അശരണനും ആലംബഹീനനുമായ സഹജീവിയെ കാണാൻ നിങ്ങൾക്ക് കണ്ണില്ലെങ്കിൽ അദൃശ്യനായ ദൈവത്തെ നിങ്ങളെങ്ങനെ കാണും എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ ചോദിക്കാൻ തോന്നിയത് എന്തുകൊണ്ടാണ്? അത്രമാത്രം ശല്യം ഈ വിശ്വാസികളിൽ നിന്ന് അദ്ദേഹത്തിന് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ വിശ്വാസത്തിൽ നിന്ന് മാറിയത്.